സുഹൃത്തുക്കളെ, പൂരത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്നത് മലയാളത്തിലെ ഒരു പ്രശസ്തമായ ശൈലിയാണ്. നിങ്ങൾ എല്ലാവരും ഉറപ്പായും കേട്ടിരിക്കും. അപ്പോ ഒരു വിശേഷപ്പെട്ട കാര്യം നടക്കുമ്പോൾ മറ്റു ചിലർക്ക് മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്താനുള്ള ഒരവസരം എന്ന നിലയിൽ നോക്കിക്കാണുമ്പോഴാണ് നമ്മൾ പൊതുവെ ആ പ്രയോഗം നടത്താറ്. പൂരം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ പൂരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ വേറെ ചില ആളുകൾക്ക് ആനയെ കാണാനാണ് താല്പര്യം. ധാരാളമായ ആനകൾ ഇങ്ങനെ നിരന്ന് നെറ്റിപ്പട്ടവും കുടയും ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ വേറെ ചില ആളുകൾക്ക് വെടിക്കെട്ടിനോട് താല്പര്യം. അങ്ങനെ വിഭിന്നമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളൊക്കെ ചേർന്നാണ് പൂരം രൂപാന്തരപ്പെടുന്നത്. അപ്പൊ അതിനിടയിൽ പലർക്കും കച്ചവട താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വേറെ ചില ആളുകൾക്ക് മുച്ചിട്ട് കളി, കുലുക്കി കുത്ത്, പോക്കറ്റടി ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട കലാപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അവസരമായി അതിനെ നോക്കിക്കാണും. അപ്പൊ ഇതുപോലെ തന്നെ ഒരു രസകരമായ ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റംസാൻ കാലഘട്ടമാണ്. മുസ്ലിങ്ങളുടെ വിശേഷപ്പെട്ട നോമ്പ് കാലഘട്ടമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതം അനുശാസിക്കുന്നതിനാൽ മത ആചാരത്തിന്റെ ഭാഗമായി അവർ നോമ്പ് അനുഷ്ഠിച്ചു വരുന്നു. അപ്പൊ ഇത്തരം കുറച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രീതി നേടിയെടുക്കുക എന്നതാണ് വ്രതങ്ങളുടെ ഒരു മതപരമായ ലക്ഷ്യം. മിക്കവാറും എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ കാണും. അപ്പോ വ്രതം തന്നെ ക്രിസ്തു മതത്തിലായാലും ഹിന്ദു മതത്തിലായാലും ധാരാളമായി കണ്ടുവരാറുണ്ട്. അപ്പൊ കഠിനമായ ത്യാഗം സഹിച്ചുകൊണ്ട് ഈശ്വരപ്രീതി നേടാനുള്ള ശ്രമത്തിന്റെ ഫലമായാണ് തപസ് എന്നൊരു പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. സ്വയം തപിപ്പിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. ഒറ്റക്കാലിൽ തപസ് ചെയ്തു, തലക്കീഴായി തപസ് ചെയ്തു, അഗ്നികുണ്ഡങ്ങൾക്ക് നടുവിൽ തപസ് ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മുടെ പുരാണ കഥകളിൽ കാണാം. അത് നമ്മുടെ ഗരുഡൻ തൂക്കം, മുഖത്തൂടെ ശൂലം നേരിയ ആണികൾ ഒക്കെ കുത്തിത്തറച്ച് കവളിലൂടെ ശൂലാകൃതിയിലുള്ള ആണികളൊക്കെ തറച്ച് നടക്കുന്ന ചില കാര്യങ്ങൾ. ക്രിസ്ത്യാനികൾ ചില ആളുകൾ വലിയ തടിയൻ മരക്കുരിശുകൾ ചുമന്നുകൊണ്ട് മല കയറുന്ന ആചാരങ്ങൾ. അപ്പൊ ഇങ്ങനെ സ്വയം ശരീരത്തെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈശ്വര ആരാധന നടത്തുന്ന സമ്പ്രദായങ്ങൾ ലോകത്ത് എമ്പാടുമുണ്ട്. അപ്പൊ അതൊക്കെ മതാചാരത്തിന്റെ ഭാഗമായതിനാൽ അത് അവരുടെ ഇഷ്ടം. ഒരു മതവിശ്വാസി അദ്ദേഹത്തിന്റെ മതാനുഷ്ഠാനം സ്വന്തമായി ആചരിക്കുകയും അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം അതിനെ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കേണ്ട ഒരു കാര്യം പോലും ഒരു മതത്തെ സംബന്ധിച്ചും നിലവിൽ ഇല്ല. എന്നാൽ ഇവിടെ ചില ആളുകൾ അക്കുപങ്ചർ എന്നു പേരുള്ള ഒരു തമിഴ്നാടൻ തരികിട ചികിത്സ. അക്കുപങ്ചർ നമുക്കറിയാം ചൈനക്കാരുടെ ചികിത്സാ രീതിയാണ്. അതിന് 5000 വർഷമൊക്കെ പഴക്കമുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ 1986 ശേഷം തമിഴ്നാട്ടിൽ വെച്ച് നിർമ്മിക്കപ്പെട്ട ഒരു ചികിത്സ അക്കുപങ്ചർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മലപ്പുറം വഴി കേരളത്തിൽ പ്രചരിക്കാനിടയായി. അപ്പൊ ഇത് ഒരു ഉഡായിപ്പ് ചികിത്സയാണ് എന്ന് 2014 കാലഘട്ടം മുതൽ, അതായത് 13-14 കാലഘട്ടം മുതൽ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു.
മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരാൾ നടക്കുന്നു. അയാളുടെ ശബ്ദം ആരും കേൾക്കാനുണ്ടായില്ല എന്നൊക്കെ പറയുന്നത് പോലെ 2013-14 കാലഘട്ടത്തിൽ ഞാൻ ചെന്ന് ഈ തരികിടപ്പതി എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിക്കുകയും ഇത് ഭൂലോക തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയുകയുമാണ് ചെയ്തിരുന്നത്. അപ്പോ അതിനും എത്രയോ വർഷങ്ങൾ, ദശകങ്ങൾക്ക് മുമ്പേ ഞാൻ അക്കുപഞ്ചറിസ്റ്റായി, ചൈനീസ് അക്കുപഞ്ചറിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു. അതിനിടയിലാണ് ഇത് ചെന്ന് മനസ്സിലാക്കി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ അന്ന് എന്റെ പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ ആരും തന്നെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഫലമായി ഈ തരികിടപ്പതി കേരളത്തിൽ പടർന്നു പിടിക്കുകയും അതുവഴി നിരവധി മരണങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്തു. അപ്പോ ഒന്നാമത്തെ മരണം എന്ന് പറയുന്നത് എല്ലാ മരുന്നുകളും പെട്ടെന്ന് നിർത്തൂ എന്നൊരു ആഹ്വാനം ആണ്. അപ്പൊ മരുന്നുകളെല്ലാം പല രോഗങ്ങൾക്കും നിരവധി മരുന്നുകൾ കഴിച്ച് ജീവനെ പീഡിച്ചു വെച്ചിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് മരുന്ന് നിർത്തി പല ആളുകളും മരണത്തിലേക്ക് കടന്നുപോയി. അപ്പൊ ചില ആളുകളെയൊക്കെ അവരുടെ ബന്ധുക്കൾ ഉടനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ഐസിയുലും ഒക്കെ കിടത്തി ജീവൻ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിത്തീർന്നു. ഇപ്പൊ ഇവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടി ധാരാളം സ്ത്രീകൾ പുറപ്പെട്ടു. ഇപ്പോ ആരോഗ്യ മേഖലയിലുള്ള കേരളത്തിന്റെ നമ്പർ 1 എന്ന പേരിന് വലിയ കളങ്കം ചാർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ തരികിടപ്പതിക്കാർ ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനെ ഈ വീട്ടിൽ പ്രസവിക്കൂ എന്ന് കേട്ട് വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ വേണ്ടി പുറപ്പെട്ട പല സ്ത്രീകളും മരണത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ അവരുടെ ചില ഭർത്താക്കന്മാർ കടയിൽ ചെന്ന് ബ്ലേഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പ്രസവെടുക്കാൻ ശ്രമിക്കുകയും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിത്തീരുകയും മരിക്കപ്പെടുകയും ചെയ്തതിന്റെ വാർത്തകൾ, ചാനൽ ചർച്ചകൾ നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും. എന്റെ കയ്യിൽ ലഭ്യമായതൊക്കെ ഞാൻ നമ്മുടെ ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തി വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം നോക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ കുറെ കുട്ടികൾ ഈ പ്രസവ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ തുടർന്നു മരിച്ചു. അപ്പോൾ ഒരു കണക്ക് കണ്ടത്, പഴയ കണക്ക് 18 കുട്ടികൾ ഇങ്ങനെ മരിച്ചു എന്നാണ്. അപ്പൊ എന്റെ അറിയപ്പെട്ടിടത്തോളം 3 മുസ്ലിം സ്ത്രീകൾ ഈ പ്രസവ സമയത്ത് മരിച്ചിട്ടുണ്ട്. അപ്പോ വാക്സിനേഷനെ ശക്തമായി എതിർക്കുന്നു. ഇതാണ് മറ്റൊരു തമാശ. അപ്പോ ഇതൊന്നും അക്കുപഞ്ചർ ചികിത്സയിൽ പറയാത്തതും ലോകത്ത് എവിടെയും നടപ്പില്ലാത്തതുമായ കാര്യം ആണ്. അപ്പൊ ഇത് ഈ ഉടായ്പ ചികിത്സയുടെ ഫലമാണ്. അപ്പൊ ഈ ഉടായ്പുകാർ പുതിയ ഒരു അവസരം കണ്ടെത്തിയിരിക്കുകയാണ്. നോമ്പ് വന്നിരിക്കുന്നു. അപ്പൊ മുസ്ലിങ്ങളെല്ലാം വളരെ നോമ്പെടുക്കുന്നു. അപ്പൊ ഇത് നല്ലൊരു അവസരമാണ്. അപ്പൊ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നോമ്പെടുക്കൂ, രോഗം മാറ്റൂ എന്ന തലക്കെട്ടോടുകൂടി, അതിന് സമാനമായ തലക്കെട്ടോടുകൂടി നിരവധി വീഡിയോകൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോ ഈ നോമ്പെടുക്കലൊന്നും അക്കുപഞ്ചറിന്റെ ഭാഗം അല്ല. അക്കുപഞ്ചറിൽ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല. അക്കുപഞ്ചർ എന്ന് പറയുന്നത് രോഗിയെ രോഗം പരിശോധിച്ച് കണ്ടെത്തുന്നു, അതിന്റെ രീതികൾ ഉപയോഗിച്ച് കണ്ടെത്തുന്നു, സൂചികൾ ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുന്നു. അപ്പോ ഈ തരികിടപ്പതിക്കാരുടെ രീതി പ്രകാരം ഒരു ഭക്ഷണ രീതി, വെള്ളം കുടിക്കലിനുള്ള നിയന്ത്രണം, അതുപോലെ തന്നെ ഉറക്കത്തിനുള്ള ചില ക്രമീകരണങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെ ചേർന്നുകൊണ്ടുള്ള ചില പ്രക്രിയകളിലൂടെയാണ് രോഗത്തിന് ആശ്വാസം ലഭിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് അക്കുപഞ്ചർ ചെയ്തു മാറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ രീതി പ്രകാരം ഒരു സ്ഥലത്ത് മാത്രം ഒരു സൂചി കുത്തുക അല്ലെങ്കിൽ വിരൽ കൊണ്ട് തൊടുക എന്നാണ് ഈ തരികിട രീതിയുടെ സവിശേഷത. അപ്പൊ ഈ വിരൽ കൊണ്ട് തൊടലോ അതുപോലെ തന്നെ ഒരു സൂചി കുത്തിയുള്ള പ്രയോഗമോ ഒന്നും തന്നെ ചികിത്സയിൽ ഒരു റോളും വഹിക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ച ആൾ, അത് പഠിച്ചിട്ടുള്ള
ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്, ഇപ്പൊ എന്തെങ്കിലും കുറവ് വരുന്നത് ചില ജീവിതശൈലിയിൽ വരുത്തുന്ന ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ട് ആണ്. അപ്പൊ ആ ജീവിതശൈലി ആവട്ടെ നിങ്ങൾ ഈ പറയുന്ന നോമ്പിന് ചേരുന്നതും അല്ല. അപ്പൊ അതിൽ പറയുന്നത് വിശക്കുമ്പോൾ ആഹാരം കഴിക്കൂ എന്നാണ്. അതുപോലെ ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കണം എന്നാണ്. അപ്പൊ നോമ്പിന്റെ രീതി അവിടെ തന്നെ തെറ്റി. വിശന്നാൽ ആഹാരം കഴിക്കണമെന്ന് പറയുമ്പോൾ വിശന്നാൽ ആഹാരം കഴിക്കാതിരിക്കുന്നതും തെറ്റ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച വിധത്തിൽ ആഹാരവും വെള്ളവും കൊടുക്കുക എന്നതാണ് ഈ ഒരു കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയായിട്ട് അതുണ്ടാക്കിയ വിദ്വാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിശക്കുന്ന ഒരു മനുഷ്യൻ ആഹാരം കഴിക്കാതിരിക്കുന്നത് ആ ചികിത്സയുടെ അവർ മുന്നോട്ട് വെക്കുന്ന ഈ തരികിട അക്കുപങ്ക്ചറിന്റെ തത്വങ്ങൾ പ്രകാരം തന്നെ തെറ്റാണ് എന്ന് വരുന്നു. കാരണം വിശന്നാൽ നിങ്ങൾ വിശന്ന് പൊരിയുമ്പോൾ ആഹാരം കഴിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നോമ്പെടുക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് വിശപ്പുണ്ടാവുന്നു, പക്ഷെ അയാൾ ആ വിശപ്പിനെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ തത്വങ്ങൾ തന്നെ അവിടെ ലംഘിക്കപ്പെടുന്നു. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം എന്ന് പറയുന്ന ഒരാൾ ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ ആ ജീവശക്തിയുടെ പ്രവർത്തനത്തിനെ അത് പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിൽ ഇവരുടെ തത്വങ്ങൾ പ്രകാരം തന്നെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോമ്പെടുത്ത് മാറ്റൂ എന്നത് ഇവർ പറയുന്ന ഈ തമിഴ്നാടൻ ചികിത്സയുടെ രീതി പ്രകാരം തന്നെ അവരുടെ തത്വങ്ങൾ പ്രകാരം തന്നെ തെറ്റാണ്. മറ്റൊന്നാണ് ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കണം, ഉറക്കം തോന്നുമ്പോൾ ഉറങ്ങണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാത്രിയിൽ പലപ്പോഴും നോമ്പലമായി പുരുഷന്മാരെല്ലാം പല ആളുകൾ പള്ളിയിലും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് ഉറക്കത്തിനെയും കൂടി ബാധിക്കുന്നുണ്ട്. അതും ഇവരുടെ തത്വപ്രകാരം തന്നെ തെറ്റാണ്. അപ്പൊ ഇങ്ങനെ ആളുകളെ ഊപ്പടങ്കം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരികുടപ്പതിക്കാരുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് നോമ്പെടുക്കേണ്ടതില്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെയും മതാചാരത്തിന്റെയും ഭാഗമായി അവർ അനുഷ്ഠിക്കട്ടെ. അത് വേറെ കാര്യം. പക്ഷെ അത് ഹെൽത്തിന്റെ മേഖലയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്നത് ശരിയല്ല. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നോമ്പെടുത്ത് അസുഖം മാറ്റൂ, അപ്പോ ഇത് അവാർഡ് മേടിച്ചതാണ് എന്നൊക്കെ ഏതോ ഒരുത്തന്റെ പോസ്റ്റിൽ കണ്ടതായി കാണുന്നു. നോബൽ പ്രൈസ് മേടിച്ചിരിക്കുന്നു. നോമ്പെടുത്തിട്ട് രോഗം മാറ്റുന്നതിന് നോബൽ പ്രൈസ് കിട്ടിയതായിട്ട് എവിടെയും അറിയില്ല. അത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നു പേരുള്ള ഒരു രീതിയെക്കുറിച്ച് ഒരു ജപ്പാൻകാരൻ സെൽ ബയോളജിസ്റ്റ്, അപ്പൊ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ, അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് നോബൽ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. അത് 16 മണിക്കൂർ നേരം തുടർച്ചയായിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ്. അപ്പൊ അത് 16 മണിക്കൂർ നേരത്തുള്ള ഫാസ്റ്റിംഗ് എന്നതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ ഇങ്ങനെ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ, ആ വേസ്റ്റുകളെ പുറത്തേക്ക് തള്ളിക്കളയാൻ ആവശ്യമായ തോതിൽ വെള്ളം കുടിക്കേണ്ടത് ഉണ്ട്. അപ്പൊ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് ഉള്ള ഒരു ഉപവാസ രീതിയാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. 16 മണിക്കൂർ നേരം തുടർച്ചയായിട്ടുള്ള നിരന്തരമായ ഫാസ്റ്റിംഗ് മെത്തേഡുകൾ ആണ്. അപ്പൊ അത് മിതമായ രീതിയിലുള്ള ആഹാരത്തെ കഴിച്ചുകൊണ്ടും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ 16 മണിക്കൂർ സമയം ഭക്ഷണത്തെ നിയന്ത്രിക്കുകയും 8 മണിക്കൂർ സമയം മിതമായ തോതിൽ ആഹാരത്തെ നിയന്ത്രിതമായി കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. എന്ന ഉപവാസത്തിൽ ഈ നോമ്പിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. നോമ്പെടുക്കാൻ വേണ്ടി ഒരാൾ പുലർച്ചെ, അപ്പൊ അതിന് അത്താഴം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, അത്താഴത്തിന് നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പല ആളുകളും തുടരുന്നത്. വേറെ രീതിയിൽ എടുക്കുന്നവർ കണ്ടേക്കാം. അപ്പൊ നന്നായി മൂക്കറ്റം ഭക്ഷണം കഴിച്ചു നോമ്പ് തുടരുന്നു. വൈകിട്ട് നിരവധി ആഹാരങ്ങൾ
പലതരത്തിലുള്ള പലഹാരങ്ങളും ഭക്ഷണ വസ്തുക്കളും ഒക്കെ ആക്കി വെച്ച് അടുത്ത ബാങ്ക് വിളിയായി കാത്തിരിക്കുന്നു. അങ്ങനെ ബാങ്ക് വിളി ആവുന്നതോടുകൂടി അകത്ത് ചെന്ന് മാരകമായ രീതിയിൽ ഭക്ഷണത്തെ ആക്രമിച്ചു ഭക്ഷിക്കുന്നു. അപ്പൊ തുടർന്ന് അങ്ങോട്ട് നിരന്തരമായ ഭക്ഷണം എന്നതാണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ നടപ്പാക്കി വരുന്ന രീതി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നവർ കണ്ടേക്കാം. തുടർന്ന് രാത്രിയൊക്കെയും തിന്നുകൊണ്ടേ ഇരിക്കുന്നതായും പറയപ്പെടുന്നു. അപ്പൊ എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി. ഒരു 2000 കാലത്തായിരിക്കും ഞാൻ ചൈതന്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചികിത്സിച്ചു കൊണ്ടിരുന്ന കാലത്ത്. അപ്പൊ നമ്മുടെ പല അസുഖങ്ങൾക്കും ചികിത്സയിലുണ്ടായിരുന്ന ചില മുസ്ലിം സ്ത്രീകൾ എന്നെ സമീപിക്കുന്നു. അപ്പൊ അവർ പറഞ്ഞു, പല ആളുകളോടും ഞാൻ അമിതഭാരമുള്ള ആളുകളോട് കുറച്ച് വെയിറ്റൊക്കെ കുറച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടുവേദനയും മടമ്പ് വേദനയും അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പൊ അമിത വെയിറ്റുള്ള ആളുകളോട് കുറച്ച് വെയിറ്റ് കുറക്കൂ എന്നൊരു നിർദ്ദേശമൊക്കെ കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെ അവർ എന്നെ സമീപിച്ചു പറഞ്ഞു, നമ്മളെ ഇപ്പോ ഡിസ്ചാർജ് ചെയ്ത് വിടണം, കാരണം നോമ്പ് വരുവാണ്. നോമ്പ് സമയം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് വീണ്ടും ഞങ്ങൾ അഡ്മിറ്റ് ആയിക്കൊള്ളാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോമ്പാകുമ്പോ തടി കുറക്കോ എന്ന് ചോദിച്ചു. അത് ആ നോമ്പെടുത്താൽ തടി കുറയാണ്ടേ, തടി കുറച്ചിട്ട് നമ്മൾ വരും എന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു, എന്നാ സിസ്റ്റർമാരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇവരെ എല്ലാവരെയും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും തൂക്കമെടുത്ത് ഷീറ്റിൽ എഴുതി വെക്കണം. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് ആരാര് വന്ന് അഡ്മിറ്റാകുന്നു പോവും. ആ സമയത്ത് വന്ന ഉടനെ തൂക്കമെടുത്തിട്ട് ഷീറ്റിൽ എഴുതി വെക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. അപ്പൊ അങ്ങനെയെല്ലാം കഴിഞ്ഞ് നോമ്പെല്ലാം കഴിഞ്ഞ ആളുകൾ വന്നു, സിസ്റ്റർമാർ തൂക്കി വീണ്ടും എഴുതി വെച്ചു. അപ്പൊ പല ആളുകളും 8 കിലോ ഒക്കെ കൂടിയതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ നോമ്പെടുത്തിട്ട് തടി കുറയും എന്നൊക്കെ പറയുന്നത് അത് പ്രായോഗിക തലത്തിൽ എല്ലാ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ശരിയല്ല. തടി കുറയുന്നവരൊക്കെ ഉണ്ടായേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ തമാശകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നോമ്പെടുത്തിട്ട് ഈ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നു, കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ അതിനുശേഷം കുറെ വെള്ളമൊക്കെ ഒന്നിച്ചു വലിച്ചു കുടിക്കുന്നു. അതിനുശേഷം ഉറങ്ങാതെ പള്ളിയിലും ഒക്കെ പ്രാർത്ഥനയും ഒക്കെ ആയി നടക്കുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ പരമായിട്ട് അസുഖം മാറും എന്ന രീതിയിൽ നിങ്ങൾ ചില പ്രചരണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നു. അപ്പൊ അസുഖം മാറുന്ന രീതിയിലുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡായാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നിരവധി വീഡിയോകൾ കാണാം. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായ വീഡിയോകൾ വേറെ ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ തമിഴ്നാടൻ തരികിട അക്കുപഞ്ചറിസ്റ്റുകൾ പറയുന്നത് കേട്ടിട്ട്, അക്കുപഞ്ചർ എന്ന് പറയുന്നത് നോമ്പെടുത്ത് രോഗം മാറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ്, ഇതൊരു മുസ്ലിം ചികിത്സാ രീതിയാണ് എന്നൊക്കെ പല ആളുകൾക്കും തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. അക്കുപഞ്ചർ എന്ന് പറയുന്നത് ചൈനീസ് ചികിത്സാ രീതിയാണ്. അതിന് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിന് എന്തെങ്കിലും ബന്ധം പറയാനുണ്ടെങ്കിൽ ചൈനയിലെ താവോയിസം എന്ന് പറയുന്ന നേറ്റീവ് റിലീജിയന്റെ നേരിയ ബന്ധങ്ങളാണ്, താത്വികമായ ബന്ധങ്ങളാണ് ഉള്ളത്. കുറഞ്ഞ പക്ഷം അവിടത്തെ ഉള്ള ബുദ്ധമതവുമായും ബന്ധം ഉണ്ട്. അതിലപ്പുറം ഇസ്ലാമുമായിട്ട് അക്കുപഞ്ചറിന് ഒരു ബന്ധവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒന്ന് നോമ്പെടുത്തിട്ട് അസുഖം മാറ്റൂ എന്നൊക്കെ പറയുന്ന തമാശകളിൽ നിങ്ങൾ ചെന്ന് തലവെച്ച് കൊടുക്കരുത്. അത് അക്കുപഞ്ചറിന്റെ പേര് തലവെച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് വേറെ ചെയ്യാം. അത് അക്കുപഞ്ചർ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പൊ അക്കുപഞ്ചറിൽ ഇങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ച്, വെള്ളം നിയന്ത്രിച്ച്, അല്ലെങ്കിൽ നോമ്പെടുപ്പിച്ച് കാരക്കയും പച്ചവെള്ളവും കൊടുത്തിട്ട് ഒരു ക്യാൻസർ രോഗിയെ ചികിത്സിച്ച വീഡിയോ, അതിന്റെ വാർത്താ വീഡിയോ ഞാനും ഇതേപോലെ തന്നെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പൊ ആ കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ക്യാൻസറായ രോഗിന് കാരക്കയും പച്ചവെള്ളവും കൊടുത്തു. അപ്പൊ ഈ കാരക്കോപ്പതി പച്ചവെള്ളോപ്പതിയൊന്നും അക്കുപഞ്ചറിന്റെ ഭാഗം അല്ല. അങ്ങനെ ഒരു തെറാപ്പി ഒന്നും അക്കുപഞ്ചറിൽ
ഇല്ല. അപ്പൊ ഇങ്ങനെ ഓരോരാളും വായിക്ക് വന്ന പോലെ കോതക്ക് പാട്ട് എന്ന രീതിയിൽ നടപ്പാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് തമിഴ്നാടൻ തരികിട അക്കുപഞ്ചർ. അപ്പൊ ഇത് അക്കുപഞ്ചർ എന്ന് പേര് പറഞ്ഞിട്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ മൂലം കേരളത്തിലെ ചൈനീസ് അക്കുപഞ്ചർ, അതായത് മുകളിലൂടെ സഞ്ചരിച്ചു പറന്നു പോകുന്ന പക്ഷികൾ മലവിസർജനം ചെയ്യുമ്പോൾ ആ കാഷ്ടം താഴെ പോകുന്ന ആളുടെ തലയിൽ വീഴുന്നു. ഇതുപോലെ ഇവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ നടത്തി ഇങ്ങനെയുള്ള വിക്രിയകൾ നടത്തി അതൊക്കെ കേട്ട് ആളുകൾ ചെന്ന് നിരന്തരം കൊല്ലപ്പെടുകയും അങ്ങനെ കൊല്ലപ്പെടുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയും ഒക്കെ വിവിധ ചർച്ചകൾ സംഘടിപ്പിക്കുകയും അപ്പൊ ഇതിന്റെയൊക്കെ പേരിൽ അക്കുപഞ്ചർ എന്ന് പറയുന്ന ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത വഴിയെ പോകുന്ന നിരുപദ്രവകയായ ചികിത്സാരീതി, ആ ചികിത്സാരീതിയുടെ തലയിലാണ് ഇവർ ഉണ്ടാക്കുന്ന ഈ മരണങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ചെന്ന് വീഴുന്നത്. ഞങ്ങൾക്ക് ഇവർ മൂലം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിവിശേഷം ആണ് ഈ വിഡ്ഢി ചികിത്സയെ ഈ ജനങ്ങൾ തന്നെ ഇളകി. ഈയിടെ എവിടെയാണ് ഒരു റിപ്പോർട്ട്, ജനങ്ങൾ ഇവരുടെ ക്യാമ്പ് തച്ചുപൊളിച്ചു എന്നൊക്കെ കണ്ടു, ഒരു റിപ്പോർട്ട് കണ്ടു. ഇപ്പൊ ജനങ്ങൾ തന്നെ ഒടുവിൽ ഇവരെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ട് എന്നാണ് ആ വാർത്ത ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അക്കുപഞ്ചറിൽ അങ്ങനെ നോമ്പെടുത്ത് രോഗം മാറ്റലോ ഇല്ല എന്ന കാര്യം ഓരോ മലയാളിയും മനസ്സിലാവുക. അതേസമയം മുസ്ലിങ്ങൾ അവരുടെ ഈശ്വരാരാധനയുടെ ഭാഗമായി അവർ അത് ആചരിക്കുന്നതിൽ എന്തെങ്കിലും അപാകത ഇല്ല. അതുപോലെ തന്നെ ഏത് മതത്തിന്റെയും വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അനുഷ്ഠിക്കുമ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം കൂടി ആണ്. എല്ലാവർക്കും റംസാൻ ആശംസകൾ. താങ്ക് യു.